ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദം ബിരിയാണിയാണ്. ഈ സ്പെഷ്യൽ ദം ബിരിയാണി വളരെ വേഗത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ 5 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളിപ്പഴം, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ദം ബിരിയാണി തയ്യാറാക്കാനായി ഏകദേശം 15 കഷ്ണം ഇറച്ചിയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മസാലപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നേരത്തെ അടിച്ചു വെച്ചതായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് ഇത്രയും ഒന്ന് കുഴച്ച് വെക്കാനാണ് ഉപ്പ് ചേർക്കാം. 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് കുഴച്ച് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ്. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ 250 മില്ലി മെഷർമെൻ്റ് കപ്പിലാണ് എടുക്കുന്നത്. ഈ കപ്പിൽ 3 കപ്പ് അരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ അരി നന്നായിട്ടൊന്ന് കഴുകി, ആദ്യത്തെ വെള്ളം കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാമത് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് കുതിർക്കാനായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 സവോള നമുക്ക് എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊന്ന് ചെറുതായി കട്ട് ചെയ്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ നൈസായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 100 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ സവോളയെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇത് സവോള മൂപ്പിച്ചെടുക്കുന്നത്. സവോള ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടായിരിക്കണം. ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റി പിന്നെ നമുക്ക് വറുത്തെടുക്കാം. സവോളയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മാറ്റണം. ഇനി നമുക്ക് ഇതിനെ വറുത്ത് കോരി എടുക്കാം. ഒത്തിരി നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വറുത്ത് കോരി എടുത്താലും ഇതിൻ്റെ കളർ ചേഞ്ചായി വരും. നമുക്കിതിനെ കോരിയെടുക്കാം. 2ാം തവണയും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. തീ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിടണം, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമുക്ക് ചേർത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബിരിയാണി വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതെല്ലാം വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കണം. ദം ബിരിയാണി ചെയ്യുന്നതിന് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, 3-4 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, തക്കോലം, അതുപോലെ തന്നെ പെരിഞ്ചീരകം, ജാതിപത്രി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 5 സവോള കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നമുക്കറിയാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതാണ്. സവോള ഒന്ന് ഏകദേശം വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 തക്കാളിപ്പഴമാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിപ്പഴം ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഇറച്ചിയിൽ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. മല്ലിപ്പൊടി നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇത് ചെറുതായിട്ട് ഒരു പാത്രത്തിൻ്റെ ആ സൈഡിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇറച്ചി വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച ഇറച്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ദം ബിരിയാണി ചെയ്യുമ്പോൾ ഇറച്ചി ഒരല്പം വലിയ കഷ്ണമായി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങണം. നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇറച്ചി വേകാനായി ഏകദേശം ഒരു 20 അതിൽ കൂടുതലോ മിനിറ്റ് നമുക്ക് വേണ്ടി വരും. നമുക്കിതിനെ നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇറച്ചിയൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഇറച്ചി വേകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ബിരിയാണി അരി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഒഴിക്കുന്നത്. ഒരു 50 ഗ്രാം നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് അല്പം പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ നെയ്യിലൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. മെഷർമെൻറ്റ് കപ്പ് 250 മെഷർമെൻറ്റ് കപ്പാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അരി നമ്മൾ നേരത്തെ കുതിർക്കാനായി മാറ്റി വെച്ചത് അതിനെ കഴുകി തോർത്തിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരിയിൽ നമ്മൾ അരി വേകാനായിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇറച്ചി ഒന്ന് ഇളക്കി കൊടുക്കണം. അതുകൂടെ ഒന്ന് നോക്കി വേണം നമുക്ക് നോക്കാൻ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ പകുതി മാത്രം മതിയാകും. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ കഴുകി തോർത്തിയതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളത്തോടു കൂടെ നമ്മൾ ചേർക്കാൻ പാടില്ല. നമുക്കിനി അരി ചേർത്ത് ഇതിനൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നമ്മൾ നോക്കണം. ചോറ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് കണക്കാക്കി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു 1.5-2 സ്പൂണോളം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ, ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അടപ്പ് തുറന്ന് ഇതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. സൈഡിലെ അരിയൊക്കെ നമ്മളൊന്ന് ഒതുക്കി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിന് ഏകദേശം ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇറച്ചി കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിനെ ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒത്തിരി വെള്ളം വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് നോക്കാം. ഒരു തവണ കൂടെ ചോറൊന്ന് നമുക്ക് തുറന്ന് നോക്കി അതിന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിടാം. സൈഡിലുള്ള ചോറൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടിയിലുള്ളത് മീതെയും മീതെയുള്ളത് അടിയിലാക്കി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിം തന്നെ ആയിരിക്കണം. വീണ്ടും 2 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കി. ചോറ് നന്നായിട്ട് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ ചോറ് നമുക്ക് ഇറച്ചിയിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇറച്ചിയിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇടേണ്ടതായിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇടാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചതായ സവോളയിൽ നിന്നും കുറച്ച് സവോള കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. വറുത്ത് മാറ്റി വെച്ചിരുന്ന സവോളയിൽ നിന്നും ഏകദേശം പകുതിയോളം നമുക്ക് ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ദം ബിരിയാണിയും വളരെ ടേസ്റ്റി തന്നെ ആയിരിക്കും. നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു രമ്പയില നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇനി ചോറ് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചോറ് ഇടുന്നത്. നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് ഇടാം. അതിനുശേഷം വറുത്ത് വെച്ചതായ അണ്ടിപ്പരിപ്പും കിസ്മിസും അതോടൊപ്പം സവോളയും നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിന് പുറത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് വീണ്ടും ബാക്കി വരുന്നതായ അണ്ടിപ്പരിപ്പും കിസ്മിസും അതോടൊപ്പം വറുത്ത സവോളയും നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 4-5 സ്പൂൺ ചെറു ചൂട് പാലെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ നിറച്ച് നെയ്യും ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ബിരിയാണിയുടെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്ത് പോയി വാങ്ങി കൊടുക്കുന്നതിനേക്കാളും വളരെ സേഫ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് നമുക്കത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദം ബിരിയാണി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മാത്രമല്ല ഇതുണ്ടാക്കി നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. ഈ ബിരിയാണിയോടൊപ്പം നമുക്ക് സലാഡും മുട്ട അതുപോലെ തന്നെ പപ്പടം ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.